തക്ലിമോനെ ശനി ഞായറും വീട്ടിലിരിക്കുമ്പോഴേ ഇവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു പുല്ല് വളർന്നു തന്നെയുണ്ട് മുറ്റത്ത്. അതൊക്കെ പറിച്ചു കളയണം കേട്ടോ. ഞാൻ പാർട്ടി ഓഫീസ് വരെ പോയിട്ട് വന്നാലോ? ഒരു അരമണിക്കൂർ. വേഗം പോയിട്ട് വന്നാൽ മതി. അവിടെ ആകെ പ്രശ്നമായിട്ട് കിടക്കുന്നു. പൊടിയൊക്കെ നിങ്ങളെ കൊല്ലും ഞാൻ. ഇനി അടുത്തത് അതാ ഞാൻ ചെയ്യാൻ പോണത് കേട്ടോ. എന്താ നിങ്ങളുടെ ഉദ്ദേശം? കഴിഞ്ഞ ദിവസം ഞാൻ മര്യാദക്ക് പറഞ്ഞത് ഇവിടെ ഇരിക്കുള്ളീറ്റോന്ന്. അയ്യോ അപ്പൊ ഓടി പാർട്ടിയെ രക്ഷിക്കാൻ. ആ പോയ പോക്കിലെ തലയിറങ്ങി വീണെങ്കിലോ? നിങ്ങളൊരു മനുഷ്യ കുഞ്ഞ് തിരിഞ്ഞു നോക്കോ നിങ്ങളുടെ സ്വഭാവത്തിന്? തിരിച്ചിവിടെ വന്ന് കയറിയത് കൊണ്ട് ആശുപത്രി കൊണ്ടുപോകാൻ പറ്റി. എന്നിട്ട് പിന്നെ തുള്ളാൻ പോണ്. എന്താ നിങ്ങളുടെ ഉദ്ദേശം? എനിക്ക് അറിയാൻ പാടില്ല. ഡോക്ടർ എന്താ നിങ്ങളോട് പറഞ്ഞത്? അടങ്ങി ഒതുങ്ങി ഭക്ഷണമൊക്കെ കൺട്രോൾ ചെയ്ത് വീട്ടിലിരിക്കാനാ പറഞ്ഞത്. ഇതോടൊക്കെ കൂട്ടുകാരൻ ഡോക്ടറാന്നോർത്ത് ഒരുപാട് പൈസയൊന്നും കുറച്ചൊന്നും തന്നിട്ടൊന്നുമില്ല. 4300 രൂപയായി മരുന്നും ടെസ്റ്റും എല്ലാം കൂടി. എനിക്ക് ആ മിഷൻ ചവിട്ടണം, എന്നാലേ അത് ഉണ്ടാവുള്ളൂ. മിണ്ടായിരിക്കോ? ഇപ്പൊ പറഞ്ഞു പറഞ്ഞ് ഡാഡിക്ക് പ്രഷർ കയറ്റിക്കോ. ഓന്റെ പിന്നെ എനിക്ക് ദേഷ്യം വരും. എന്നെ ഇങ്ങനെ ചീത്ത പറയിക്കാൻ വേണ്ടി ഓരോന്ന് പറയല്ലേ എന്റെ പൊന്ന് ക്ലീറ്റോ. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. കാലം കൂടെ മാറ്റ്. പിന്നെ നിനക്കെന്ത് പറ്റി? നീ വീണ്ടും വീണെന്ന് പറയുന്നതായിട്ട്. എന്റെ അൻസാറെ, ഞാൻ അന്ന് മലയാളത്തിൽ പറഞ്ഞ എവിടെ ഇരിക്കാം. അന്ന് പാർട്ടി ഓഫീസിലോട്ട് വന്നില്ലേ സുഖമില്ലാതെ ആയിക്കഴിഞ്ഞതിന് ശേഷം? തിരിച്ചുവിടെ വന്ന് ദേ പിന്നെയും ബോധം കിട്ടും. പിന്നെയും ചുമന്നുകൊണ്ട് ഞാൻ ആശുപത്രിയിലോട്ട് ഓടി. എനിക്ക് ഇത് തന്നെയാണല്ലോ പണി. ഇപ്പൊ പിന്നെ കാര്യങ്ങളൊക്കെ ഭംഗിയായി കേട്ടോ. ഷുഗറും കൊളസ്ട്രോളും ആദ്യമേ തന്നെ ഉണ്ടല്ലോ. ഇപ്പൊ പ്രഷറും കൂടി ആയിട്ടുണ്ട്. പിന്നെ കരളിന്റെ കാര്യത്തിൽ ഉടനെ ഒരു തീരുമാനമാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ ദിവസവും അതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ടേ. ഇരിക്കണോണ്ടോ? അല്ല തങ്കം, ഇവനെ മറ്റേ ശാന്ത ക്ലിനിക്കിലാണോ കൊണ്ടുപോയത്? അവിടെയല്ലേ പോളൂ. കൂട്ടുകാരൻ ഡോക്ടർ പറഞ്ഞാലേ വിശ്വാസമുള്ളൂ. എന്റെ പൊന്നളി, അളിയൻ വീണ്ടും അവിടെ പോയാ? അപ്പൊ അളിയ ഒന്നും അറിഞ്ഞില്ലേ? എന്റെ അളിയ അവിടെ ശാന്ത ക്ലിനിക്കിന്റെ ഫ്രണ്ടിൽ രാവിലെ തൊട്ട് പോലീസും പട്ടാളമാണ്. എന്തിന്? എന്റെ അളിയ അവൻ വ്യാജൻ ഡോക്ടറാണെന്ന്. ശാന്തൻ ഡോക്ടറാ? അവൻ വ്യാജൻ, പക്ക ഫ്രോഡ് ശാന്തൻ. ഇതേ സംഭവം പ്രശ്നമായത് എങ്ങനെയാണെന്ന് അറിയാമോ? ഈ അവരുടെ റിസൾട്ടിലൊക്കെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിനെപ്പറ്റിയൊക്കെ കുറെ അപവാദങ്ങളൊക്കെ ആൾക്കാർ പറഞ്ഞുകൊണ്ട് നടന്നു. അവരുടെ റിസൾട്ട് ഒന്നും ശരിയല്ല, ഡോക്ടർ ശരിയല്ല എന്നൊക്കെ. അപ്പം ഏതോ ഒരു വാർത്താ ചാനലുകാർ എന്ത് ചെയ്യുന്നറിയോ? മൃഗങ്ങളുടെ കുറെ സാമ്പിൾ, രക്തസാമ്പിൾ കൊണ്ടുവന്ന് ഇവിടെ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു. ഇമാര് മനുഷ്യർക്കുള്ള എല്ലാ അസുഖങ്ങളും മൃഗങ്ങൾക്ക് ഉണ്ടെന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്ത് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ എന്ന് വേണ്ട എല്ലാ സംഗതിയും ഇമാരെ അടിച്ചു കൊടുക്കുക. ഇവനൊരു കുഴപ്പമില്ലായിരുന്നു. നീ എനിക്ക് മെനഞ്ഞാതെ തോന്നി. ക്ലീറ്റോന്റെ ബ്ലഡ് റിസൾട്ട് തെറ്റായിരിക്കും. പിന്നല്ലാതെ എനിക്ക് ഒരു കുഴപ്പമില്ല. പിന്നെ വെറുതെ ഉമ്മായിരുന്നു തന്നെ. ഒരാളിന് എന്തെങ്കിലും ഒരു തോന്നിക്കഴിഞ്ഞാൽ ഉടനെ പറഞ്ഞു രോഗിയാക്കിക്കോണം കേട്ടോ. എന്തൊക്കെയാണ് എന്നെ പറഞ്ഞത്? തക്കളേ പോയ ലഡു എടുത്തോണ്ടാടി. എനിക്കൂടെ ഒരെണ്ണം എടുത്തു. ഇനിയിപ്പം മാറിന്ന് വിചാരിച്ചിട്ട് ഇനി ആ മധുരം കഴിക്കൊന്നും വേണ്ട. ഷുഗറൊക്കെ എപ്പോ വേണമെങ്കിലും വരാവുന്ന അസുഖമുള്ളൂ. തക്കളേ ലഡു മാത്രമാക്കണ്ട, ജിലേബി കൂടെ എടുത്തോണ്ടാടി. അപ്പൊ അളിയ ഇത് നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ? ഒരു നമുക്ക് കേക്ക് മുറിക്കണല്ല, നമുക്ക് ലഡു തിന്ന് കേക്ക് മുറിച്ച് ഇതടിച്ച് ആഘോഷിക്കാം. അതെ അതെ അതെ, ആയിക്കോട്ടെ. അതെല്ലാം ക്ലിയർ ആവും. എടി ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു അസുഖവും വരൂല. അതെ, ഇതൊന്നും ചെയ്യാതെ ഇതിനെയൊക്കെ പേടിച്ച് ചെയ്യുന്ന ഇല്ലാത്ത എല്ലാ അസുഖങ്ങളും വരും. ഈ കണ്ട ഇത്രയും നാൾ ക്ലീറ്റോയ്ക്ക് ഒരു അസുഖം വന്നില്ലല്ലോ. ക്ലീറ്റോ ഇനി അങ്ങനെ തന്നെ ആയിരിക്കും.